ഹായ്, എൻ്റെ പേര് ജ്യോതിക. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഫോർ ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്സ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഡേറ്റ വാല്യൂസിനെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നതാണ്. ഇനി മുമ്പോട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഡേറ്റ ഒബ്ജക്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സിനെ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ റിലേഷൻഷിപ്സിനെ വിഷ്വലൈസ് ചെയ്യാനുള്ള പല ടെക്നിക്സും അതൊക്കെ ആയിരിക്കും ഇനി പഠിക്കാൻ പോകുന്നത്. Visualization, an important application of visualization is conveying of relational information. Visualization ഒരു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിലേഷൻ ഇൻഫർമേഷനെ കൺവേ ചെയ്യുക എന്നുള്ളതാണ്. റിലേഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഡേറ്റ ഒബ്ജക്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് അതിനെയൊക്കെ അതെങ്ങനെയാണ് റിലേറ്റഡ് എന്നൊക്കെ പറഞ്ഞു തരുന്നത്. ആ ഇൻഫർമേഷൻ നമുക്ക് വിഷ്വലൈസേഷൻ വഴി കൺവേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഇൻ്റർ റിലേഷൻഷിപ്സ് കുറേ ഫോമിൽ വരാം. ഈ ഹൈറാർക്കിക്കൽ റിലേഷൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പാരൻറ്റ് ചൈൽഡ് റിലേഷൻസോ അല്ലെങ്കിൽ ഒരു പാർട്ട് സബ് പാർട്ടായിട്ട് അങ്ങനത്തെ റിലേഷൻസ് ആകാം. പിന്നെ ഉള്ളതാണ് കണക്റ്റഡ്നെസ്, സച്ച് ആസ് സിറ്റീസ് കണക്റ്റഡ് ബൈ റോഡ്സ് ഓർ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ബൈ നെറ്റ്വർക്ക്സ്. കണക്റ്റഡ്നെസ് ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കണക്റ്റഡ് അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ആ പ്രോപ്പർട്ടി വെച്ചായിരിക്കും റിലേറ്റഡ്. പിന്നെ ഡിറൈവ്ഡ് ഫ്രം ആസ് ഇൻ എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഓർ സ്റ്റേജസ് എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് ഡിറൈവ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ആ റിലേഷൻ ആകാം. ഷെയർഡ് ക്ലാസിഫിക്കേഷൻ, ഒരു ക്ലാസിഫിക്കേഷനകത്തുള്ള ഒബ്ജക്റ്റ് ആകാം. അല്ലെങ്കിൽ വാല്യൂസ് ഓർ ആട്രിബ്യൂട്ട്സിലുള്ള സിമിലാരിറ്റീസ് അങ്ങനത്തെ റിലേഷൻ ആകാം. ഇങ്ങനെ എന്ത് ഫോമിൽ വേണേൽ ഈ ഇന്റർ റിലേഷൻഷിപ്സ് ആകാം. റിലേഷൻഷിപ്സിൻ്റെ മെയിൻ ടൈപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ഓർ കോംപ്ലെക്സ്, യൂണിഡയറക്ഷണൽ ഓർ ബൈ ഡയറക്ഷണൽ, നോൺ വെയ്റ്റഡ് ഓർ വെയ്റ്റഡ്, സർട്ടൺ ഓർ അൺസർട്ടൺ. ഇപ്പം ഈ പല ടൈപ്സ് ഓഫ് റിലേഷൻസ് ഉണ്ട്. ആൻഡ് ഈ ഡേറ്റ ഒബ്ജക്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് നമുക്ക് ആ ഡേറ്റയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി നമുക്ക് നോക്കാം ഒക്കെ ഈ റിലേഷൻസിനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്ന്. Tree visualization. Trees are one of the most common structures to hold relational information. Trees എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് റിലേഷൻ ഇൻഫർമേഷനെ റിപ്രസെൻ്റ് ചെയ്യാൻ. ആൻഡ് ഇതിന് കുറേ ടെക്നീക്സ് ഡെവലപ്പ് ആയിട്ടുണ്ട്. ആൻഡ് പക്ഷെ അതിൻ്റെയൊക്കെ ബേസ്ഡ് ആയിട്ട് നമുക്ക് രണ്ട് ആൽഗോരിതം പറയാം. അത് ഒന്നാണ് സ്പേസ് ഫില്ലിംഗ് മെത്തേഡ്സും മറ്റേത് നോൺ സ്പേസ് ഫില്ലിംഗ് മെത്തേഡ്സും. സ്പേസ് ഫില്ലിംഗ് മെത്തേഡ്സ്, ആദ്യത്തെ പോയിന്റ് മാക്സിമൽ യൂസ് ഓഫ് ഡിസ്പ്ലേ സ്പേസ്. അതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ ഡിസ്പ്ലേ സ്പേസിനെ മാക്സിമം ആയിട്ട് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യും ഈ മെത്തേഡിൽ. ദിസ് ഇസ് അക്കംപ്ലിഷ്ഡ് യൂസിങ് ജക്സ്റ്റാപൊസിഷനിങ് ടു ഇംപ്ലൈ റിലേഷൻസ്. ജക്സ്റ്റാപൊസിഷനിങ് എന്ന് പറഞ്ഞാൽ പ്ലേസിങ് ഓഫ് ടു തിങ്സ് സൈഡ് ബൈ സൈഡ് ടു ഷോ എ കമ്പാരിസൺ ബിറ്റ്വീൻ ദം. എന്ന് വെച്ചാൽ ഇപ്പം രണ്ട് കാര്യങ്ങളെ നമ്മൾ സൈഡ് ബൈ സൈഡ് പ്ലേസ് ചെയ്ത് അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ കാണിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു സാധാരണ ട്രീ ആകുമ്പം ഇപ്പോൾ ഒരു റൂട്ട് നോഡുണ്ട്. ആൻഡ് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം രണ്ട് ചൈൽഡ് നോഡ് വരുമല്ലോ. ഇപ്പം എന്ന് വെച്ചാൽ സൈഡ് ബൈ സൈഡ് പ്ലേസ് ചെയ്തിരിക്കുക, എന്നാൽ അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇവിടെ ജെൻഡർ ആയിരുന്നെങ്കിൽ ഇത് മെയിലും ഫീമെയിലും ആണെങ്കിൽ ഇത് രണ്ടും സൈഡ് ബൈ സൈഡ് പൊസിഷൻ ചെയ്തു, എന്നാൽ അത് തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റോ അല്ലെങ്കിൽ കമ്പാരിസണോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ജക്സ്റ്റാപൊസിഷനിങ് എന്ന് പറയാം. അപ്പോൾ സ്പേസ് ഫില്ലിങ്ങിൽ ടു മോസ്റ്റ് കോമൺ അപ്രോച്ചസ് ടു ജനറേറ്റ് സ്പേസ് ഫില്ലിംഗ് ഹൈറാർക്കീസ് ആർ റെക്ടാങ്കുലർ ആൻഡ് റേഡിയൽ ലേഔട്ട്സ്. രണ്ട് കോമൺ അപ്രോച്ച് എന്ന് പറയുന്നത് ഒന്ന് റെക്ടാങ്കുലറും ഒന്ന് റേഡിയൽ ലേഔട്ട്സും ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. Rectangular layout. Tree maps are an alternative representation of a Venn diagram. It is most popular form of a rectangular layout. Rectangular layout tree maps ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ഫോമാണ്. ആൻഡ് അതൊരു വെൻ ഡയഗ്രത്തിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് റെപ്രസെൻറ്റേഷൻ എന്നും വേണേൽ അതിനെ പറയാം. അപ്പം ഒരു ട്രീ മാപ്പിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ഒരു റെക്ടാങ്കിൾ നമ്മളെടുത്താൽ അതിനെ സ്ലൈസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. വെർട്ടിക്കലിയും ആകാം ഹൊറിസോണ്ടലി ആവാം, ഏത് രീതിയിൽ വേണേൽ അതിനെ സ്ലൈസ് ചെയ്തിട്ട് ബേസ്ഡ് ഓൺ പോപ്പുലേഷൻസ് ഓഫ് സബ് ട്രീസ് അറ്റ് എ ഗിവൻ ലെവൽ. ഒരു പോപ്പുലേഷൻ്റെ സബ് ട്രീസ് അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഈ സ്ലൈസിങ് നടത്തുക. ഇപ്പോൾ ട്രീ മാപ്സിന് കുറേ വേരിയൻസ് പ്രൊപ്പോസ്ഡ് ആൻഡ് ഡെവലപ്ഡ്. എന്ന് വെച്ചാൽ കുറേ വേരിയൻസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. അതിന് രണ്ടെണ്ണമാണ് സ്ക്വയറിഫൈഡും പിന്നെ നെസ്റ്റഡും. Squarified tree maps to reduce occurrence of long thin rectangles. Rectangles-ന്റെ occurrence കുറയ്ക്കും. Nested tree maps to emphasize hierarchical structure. എന്നുവെച്ചാൽ ഹൈറാർക്കിനെ എംഫസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.
അപ്പം ഈ കുറേ മെത്തേഡ്സ് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിലും ഈ അതിൻ്റെയൊക്കെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ഡിവിഷൻസ് ടു കൺവേ ഹയറാർക്കി, ഈ സ്ലൈസിങ് വെച്ച് ഹയറാർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. Radial layout. Radial space filling hierarchy visualizations, also referred as sunburst displays, have root of hierarchy in the center of the display and use nested rings to convey layers of hierarchy. Radial space filling എന്ന് പറയുമ്പോൾ root of hierarchy in the center ആയിരിക്കും, ഇപ്പോൾ സെൻറ്റർ ആയിരിക്കും, എന്നിട്ട് nested rings to convey layers of hierarchy. റൂട്ട് നടുക്കും, പിന്നെ ഈ പല ലെയർ ഓരോ ലെവലാണ് ട്രീ മാപ്പിൻ്റെ, എന്നിട്ട് അത് ഹയറാർക്കിയുടെ ഓരോ ലെവലിനെ റെപ്രസെൻറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ റിങ്ങും, ഈ ഓരോ നെസ്റ്റഡ് റിങ്ങിനെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആ ലെവലിൽ എത്ര നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ടോ അതിനെ ബേസ് ചെയ്താൽ. അപ്പം നമ്മൾ കണ്ടു ട്രീ മാപ്സെ പോലെ തന്നെ ട്രീ മാപ്സിലും ഇതിലും കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. എത്ര നോട്ട്സ് ഉണ്ടോ, എത്ര നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ആ ലെവലിന് സ്ക്രീൻ സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നത്. സ്ട്രീം മാപ്സിൽ ടെർമിനൽ നോട്ട്സിനായിരിക്കും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നതെങ്കിൽ റേഡിയൽ ലേഔട്ട്സിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് നോട്ട്സും കാണാൻ കഴിയും. For any space filling techniques, color can be used to convey many attributes such as a value associated with a node, example classification, or hierarchical relation, example siblings and parents may have similar color. ഇപ്പം സ്പേസ് ഫില്ലിംഗ് ടെക്നിക്സിൽ നമ്മൾ ഈ പല ആട്രിബ്യൂട്ട്സിനെ കളർ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷനിലുള്ള വാല്യൂസിന് ചിലപ്പോൾ സിമിലർ കളേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഓരോ ഹയറാർക്കി റിലേഷനിൽ വരുന്ന പാരൻറ് ചൈൽഡ്, അപ്പോൾ അവരൊക്കെ സിമിലർ കളറോ, അങ്ങനെ കളർ വെച്ചാണ് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സിമ്പിൾസ് ഓർ മാർക്കിങ്സ് വെച്ചും ഈ റിലേഷൻസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. അടുത്തത് non-space filling methods. The most common representation used to visualize tree or hierarchical relation is a node link diagram. അപ്പോൾ ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നോഡ് ലിങ്ക് ഡയഗ്രാം. ഈ നോഡ് ലിങ്ക് ഡയഗ്രാം വരയ്ക്കുമ്പം രണ്ട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിരിക്കണം. The drawing of such trees are influenced by the most by two factors, the fan out degree and the depth. Fan out degree എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാരന്റ് നോഡിന് എത്ര നമ്പർ ഓഫ് സിബ്ലിംഗ് നോഡ്സ് വരെ ആകാം അത്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് നോഡും ഫർദസ്റ്റ് നോഡും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. Trees that are significantly constrained in one or both of these aspects, such as a binary tree or a tree with only 3 or 4 levels, tend to be much easier to draw than those with fewer constraints. അപ്പം ഈ രണ്ട് ആസ്പെക്ട്സും വെച്ച് കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു ട്രീ അത് കമ്പാരിറ്റീവ്ലി നമുക്ക് വരയ്ക്കാൻ ഈസിയർ ആയിരിക്കും ദാൻ ദോസ് വിത്ത് ഫ്യൂവർ കൺസ്ട്രെയിൻസ്. When designing an algorithm for drawing any node link diagram, not just trees, one must consider 3 categories of often contradictory guidelines: drawing conventions, constraints, and aesthetics. ഇങ്ങനത്തെ ഒരു നോഡ് ലിങ്ക് ഡയഗ്രത്തിൻ്റെ ആൽഗോറിതം ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ 3 കാറ്റഗറീസ് കൺസിഡർ ചെയ്തിരിക്കണം. അത് ആദ്യത്തെയാണ് ഡ്രോയിങ് കൺവെൻഷൻസ്, പിന്നെ കൺസ്ട്രെയിൻസും, പിന്നെ എസ്തെറ്റിക്സും. ആദ്യം കൺവെൻഷൻസ്. കൺവെൻഷൻസ് ഇൻക്ലൂഡ് റെസ്ട്രിക്ഷൻസ് ഓൺ എഡ്ജസ് ടു ബി ഐദർ എ സിംഗിൾ സ്ട്രേറ്റ് ലൈൻ ഓർ എ സീരീസ് ഓഫ് റെക്ടിലീനിയർ ലൈൻസ്, പോളിഗോണൽ ലൈൻസ് ഓർ കർവ്സ്. എന്ന് വെച്ചാൽ എഡ്ജസ് എങ്ങനത്തെ ലൈൻസ് ആയിരിക്കണം, സിംഗിൾ സ്ട്രേറ്റ് ലൈൻ ആണോ അല്ലെ റെക്ടിലീനിയർ ലൈൻസ് ആണോ, എങ്ങനത്തെ ലൈൻ ആയിരിക്കണം എന്നും ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ ആയിരിക്കും. കൺവെൻഷൻസിൽ വേറെ നമുക്ക് പറയാൻ പറ്റുന്നത് അതർ കൺവെൻഷൻസ് മൈറ്റ് ബി ടു പ്ലേസ് നോഡ്സ് ഓൺ എ ഫിക്സ്ഡ് ഗ്രിഡ് ഓർ ടു ഹാവ് ഓൾ സിബ്ലിംഗ് നോഡ്സ് ഷെയർ ദ സെയിം വെർട്ടിക്കൽ പൊസിഷൻ. ഒന്നിന് നോട്ട്സ് ഒക്കെ ഒരു ഫിക്സ്ഡ് ഗ്രിഡിലായിരിക്കണം, അല്ലെങ്കിൽ സിബ്ലിംഗ് നോട്ട്സിനൊക്കെ ഒരേ വെർട്ടിക്കൽ പൊസിഷൻ തന്നെ ആയിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് എഡ്ജിൻ്റെ, പിന്നെ ഒന്ന് നോട്ട്സും, പിന്നെ സിബ്ലിംഗ് നോട്ട്സിൻ്റെ പൊസിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൺവെൻഷനിൽ പെടുന്നത്. അടുത്തത് കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് ഇൻക്ലൂഡ് requiring a particular node to be at the center of display, or a group of nodes to be located close to each other, or that certain links must be either go from top to bottom or left to right.
കൺസ്ട്രെയിൻസി വരുന്ന കാര്യങ്ങൾ ഒന്ന് ഇപ്പോൾ ഒരു നോഡ് സെൻറ്റർ ഓഫ് ഡിസ്പ്ലേ ആണെന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നോട്ട്സ് ഒക്കെ ചേർന്ന് ഗ്രൂപ്പായിട്ടിരിക്കണം, അല്ലെങ്കിൽ ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലിങ്ക് ഇപ്പോൾ നമ്മൾ ഓരോ ട്രീക്ക് ഓരോ ലിങ്ക് ഉണ്ട്, അപ്പോൾ അത് ടോപ്പ് ടു ബോട്ടം, അതിൻ്റെ ഡയറക്ഷൻ ടോപ്പ് ടു ബോട്ടം പോകണോ അതോ ലെഫ്റ്റ് ടു റൈറ്റ്, അത് ഏത് ഡയറക്ഷനിൽ പോകണം, അതൊക്കെ കൺസ്ട്രെയിൻസി പെടും. Each of the above guidelines can be used to drive the algorithm design. Aesthetics, however, often have a significant impact on the interpretability of a tree or a graph drawing. ഇപ്പം ഈ മേളിൽ പറഞ്ഞ ഗൈഡ്ലൈൻസ് ഒക്കെ വെച്ച് നമുക്കൊരു ഡിസൈൻ ഡിസൈഡ് ചെയ്യാമെങ്കിലും ഒരു വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന അല്ലെ ഒരു ട്രീയുടെ ഒക്കെ ഇന്റർപ്രിറ്റബിലിറ്റി എന്ന് വെച്ചാൽ അത് ഒരാൾക്ക് എത്ര മനസ്സിലാകുന്നു എന്നുള്ളത് അതിൻ്റെ എസ്തെറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. Some typical aesthetic rules include minimize line crossings. എന്ന് വെച്ചാൽ ഇപ്പം ലൈൻ ക്രോസിങ്സ് ഒക്കെ മിനിമൈസ് ആയിരിക്കണം, ഒരുപാട് ലൈൻസ് ഒന്നും ഇന്റർക്രോസ് ആവല്ലേ. മെയിൻറ്റെയിൻ എ പ്ലീസിങ് ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ലോങ് സൈഡ് ഓഫ് ആൻഡ് ടു ഷോർട്ട് സൈഡ് ഓഫ് ഇമേജ് എന്ന് വെച്ചാൽ ഒരു ഇമേജിൻ്റെ സൈസ്. അപ്പോൾ അതൊരു പ്ലീസിങ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് 3:2 ഒക്കെയാണ് മോസ്റ്റ് കോമൺ. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ മിനിമൈസ് ടോട്ടൽ ഏരിയ ഓഫ് ദ ഡ്രോയിങ്, ടോട്ടൽ ഏരിയ ഓഫ് ഡ്രോയിങ് മിനിമൈസ് ആയിരിക്കണം. ടോട്ടൽ ലെങ്ത് ഓഫ് എഡ്ജസ് മിനിമൈസ് ചെയ്യണം. നമ്പർ ഓഫ് ബെൻഡ്സ് ഇൻ ദ എഡ്ജസ് മിനിമൈസ് ആയിരിക്കണം. പിന്നെ സ്ട്രക്ചർ സിമെട്രിക് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് മിനിമൈസ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ആംഗിൾസ് ഓർ കർവേച്ചേഴ്സ് യൂസ്ഡ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് ടിപ്പിക്കൽ എസ്തെറ്റിക് റൂൾസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം ഫോർ ട്രീസ് എസ്പെഷ്യലി ബാലൻസ്ഡ് വൺ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു ഡിസൈൻ ആൽഗോറിതംസ് than to adhere to many, if not most, of these guidelines. അപ്പോൾ ഒരു ബാലൻസ് ട്രീസിന് ഈ മേളിൽ പറഞ്ഞ ഗൈഡ്ലൈൻസ് ഒക്കെ പാലിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, ഒരു സാമ്പിൾ ട്രീ ഡ്രോയിങ് പ്രൊസീജിയർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആദ്യത്തേത് സ്ലൈസ് ദ ഡ്രോയിങ് ഏരിയ ഇൻ ടു ഈക്വൽ ഹൈറ്റ് സ്ലാബ്സ് ബേസ്ഡ് ഓൺ ദ ഡെപ്ത് ഓഫ് ദ ട്രീ. ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ, റൂട്ടിനോടും ഏറ്റവും ഫർദസ്റ്റ് നോഡിലും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ ഒരു ഡ്രോയിങ് ഏരിയനെ ഈക്വൽ ഹൈറ്റ് സ്ലാബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഹൈറ്റ് സ്ലാബ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് എന്ന് വെച്ചാൽ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യും ഈക്വലി. ഫോർ ഈച്ച് ലെവൽ ഓഫ് ദ ട്രീ ഡിറ്റർമൈൻ ഹൗ മെനി നോട്ട്സ് ടു ബി ഡ്രോൺ. എന്നിട്ട് ട്രീയിൽ നമ്മൾ നോക്കും ഓരോ ലെവലിലും എത്ര നോഡ് ഉണ്ടെന്ന് നോക്കും. ഡിവൈഡ് ഈച്ച് സ്ലൈസ് ഇൻ ടു ഈക്വൽ സൈസ് റെക്ടാങ്കിൾസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് നോട്ട്സ് അറ്റ് ദാറ്റ് ലെവൽ. ആ ഒരു ലെവലിൽ എത്ര നോട്ട്സ് ഉണ്ടോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ആ ഓരോ വെർട്ടിക്കലി നമ്മൾ ഡിവൈഡ് ചെയ്ത ആ റെക്ടാങ്കിളിനെ നമ്മൾ പിന്നെ സ്ലൈസ് ചെയ്ത് ചെറിയ റെക്ടാങ്കിൾസ് ഈക്വൽ സൈസ്ഡ് റെക്ടാങ്കിൾസ് ആക്കും. ഡ്രോ ഈച്ച് നോഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ഇറ്റ്സ് കറസ്പോണ്ടിങ് റെക്ടാങ്കിൾ. എന്നിട്ട് ഓരോ നോഡും ആ റെക്ടാങ്കിൾ അതാത് റെക്ടാങ്കിളിൻ്റെ സെൻറ്ററിൽ വരയ്ക്കും. ഡ്രോ ലിങ്ക് ബിറ്റ്വീൻ ദ സെൻറ്റർ ബോട്ടം ഓഫ് ഈച്ച് നോഡ് ടു സെൻറ്റർ ടോപ്പ് ഓഫ് ഇറ്റ്സ് ചൈൽഡ് നോഡ്. അപ്പം ഒരു നോഡിൻ്റെ സെൻറ്റർ ബോട്ടത്തിൽ നിന്ന് അതിൻ്റെ ചൈൽഡ് നോഡിൻ്റെ ടോപ്പ് സെൻറ്ററിലേക്ക് നമ്മൾ ലിങ്ക്സ് വരയ്ക്കും. ഇതുപോലെ ഇപ്പം ഇവിടെ കണ്ടു. ഇപ്പം ഇവിടെ ഈ ഒരു പാരറ്റ് നോഡിൻ്റെ സെൻറ്റർ ബോട്ടത്തിൽ നിന്ന് ആ ചൈൽഡ് നോഡിൻ്റെ ടോപ്പ് സെൻറ്ററിലേക്ക് നമ്മൾ ലിങ്ക്സ് വരച്ച് അങ്ങനെ. അപ്പം ഇത് നമ്മൾ കണ്ട ഒരു സിമ്പിൾ ട്രീ ഡ്രോയിങ് പ്രൊസീജിയർ ആയിരുന്നു. Many enhancements can be made to this rather basic algorithm in order to improve space utilization and move child nodes closer to their parents. അപ്പം നമുക്ക് ഇതിൽ പല എൻഹാൻസ്മെൻറ്റ്സും വരുത്തി സ്പേസ് യൂട്ടിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യാം, സ്പേസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാം, അല്ല ചൈൽഡ് നോട്ട്സിനെയൊക്കെ പാരന്റ് നോഡിനോട് ചേർത്ത് കൊണ്ടുവരാം, അങ്ങനെയൊക്കെ പല എൻഹാൻസ്മെൻറ്റും നടത്താം. ഇങ്ങനെ എൻഹാൻസ്മെൻറ്റ്സ് ഉൾപ്പെടുന്നതാണ് ആദ്യത്തെ. Rather than using even spacing and centering, divide each level based on the number of terminal nodes belonging to each subtree. ഈവൻ സ്പേസിങ്ങും സെൻറ്ററിങ്ങും കൺസിഡർ ചെയ്യാതെ നമുക്ക് അതാത് ലെവലിൽ എത്ര നോട്ട്സ് ഉണ്ടോ അതിൻ്റെ നമ്പർ വെച്ച് നമുക്ക് ആ റെക്ടാങ്കിൾസിനെ ഡിവൈഡ് ചെയ്യാം. Spread terminal nodes evenly across the drawing area and center parent nodes above them. ആദ്യം ടെർമിനൽ നോട്ട്സിനെ പ്ലേസ് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ മേളിൽ സെൻറ്ററിലായിട്ട് പാരന്റ് നോഡിനെ പ്ലേസ് ചെയ്യാം. ആഡ് സം ബഫർ സ്പേസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് നോൺ സിബ്ലിംഗ് നോട്ട്സ് ടു എംഫസൈസ് റിലേഷൻഷിപ്സ്. ഇപ്പം രണ്ട് നോൺ സിബ്ലിംഗ് നോട്ട്സ് സൈഡ് ബൈ സൈഡ് ഇരിക്കുന്നുണ്ട്, അവർ തമ്മിൽ നോൺ സിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ തമ്മിൽ റിലേഷൻസ് ഇല്ലാത്ത
അപ്പം ആ നോട്ട്സ് സൈഡ് ബൈ സൈഡ് ഇരിക്കുന്നുണ്ട്, അവർ തമ്മിൽ ഇത്തിരി അവരുടെ ഇടയിൽ ഇത്തിരി എക്സ്ട്രാ സ്പേസ് ഇടാം, ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലായ്മ കാണിക്കാൻ. If possible, reorder the subtrees of a node to achieve more symmetry and balance. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്ന ട്രീനെ വേണേൽ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് സിമെട്രി കൊണ്ടുവരാൻ ശ്രമിക്കാം. Position the root node in the center of the display and lay out child nodes radially rather than vertically. ഇപ്പോൾ ഒരു റൂട്ട് നോഡിനെ സെൻറ്ററിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് ചൈൽഡ് നോട്ട്സിനെ റേഡിയലി ഇത് ചെയ്യാൻ നോക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതുവരെ റൂട്ട് നോട്ട്സ് ഇതായിട്ട് താഴോട്ട് പോകുന്ന സ്ട്രക്ചർ അല്ലേ കണ്ടത്. അതിന് പകരം ഒരു റൂട്ട് നോഡ് ആക്കിയിട്ട് അതിനെ പിന്നെ റേഡിയലി എന്ന് വെച്ചാൽ ഇപ്പം ചുറ്റും ഇന്റർനോട്ട്സ് വരുന്ന പോലെ നോട്ട്സ് വരുന്ന പോലെ പരിശ്രമിക്കാം. അങ്ങനെ വേണേൽ പൊസിഷൻ ചെയ്യാം. For large trees, popular approach is to use third dimension supplemented with tools for rotation, translation and zooming. For large trees ആണെങ്കിൽ ഏറ്റവും പോപ്പുലർ അപ്രോച്ച് എന്ന് പറയുന്നത് 3D അല്ലെ തേർഡ് ഡയമെൻഷൻ ആണ്. അതിൽ ടൂൾസും ഉണ്ട്, ലൈക്ക് റൊട്ടേഷൻ, ട്രാൻസ്ലേഷൻ, സൂമിങ് ഇങ്ങനത്തെ ടൂൾസും വെച്ച്. Perhaps most well known of such techniques is Contour. Contour ഈ 3D ടെക്നിക്സിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ടെക്നിക്കാണ്. In this layout, the children of a node are arranged radially at evenly spaced angles and then offset perpendicular to the plane. ഇതിൽ ചിൽഡ്രൻ നോഡ് എന്ന് പറയുന്നത് റേഡിയലി അറേഞ്ച് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ റൂട്ട് നോഡ് നടുക്കായിരിക്കും, എന്നിട്ട് അതിനെ ചുറ്റിയായിരിക്കും ചൈൽഡ് നോഡ്സ് വരിക. ആൻഡ് അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അറ്റ് ഈവൻലി സ്പേസ്ഡ് ആംഗിൾസ്, എന്ന് വെച്ചാൽ ആംഗിൾസ് ഈവൻലി സ്പേസ്ഡ് ആയിരിക്കും. ആൻഡ് ഓഫ്സെറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇപ്പോൾ രണ്ട് ലെവല് തമ്മിലുള്ളതായിരിക്കും. അപ്പം അത് പെർപെൻഡിക്കുലർ ആയിരിക്കും പ്ലെയിനോട്. The two parameters critical to this process are radius and offset distance. Varying these influences the density of the display and the level of occlusion. ഇതിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഉള്ളത്, ഒന്ന് റേഡിയസും ഒന്ന് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ മേളിൽ പറഞ്ഞ പോലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, രണ്ട് ലെവൽ തമ്മിലുള്ള. അപ്പോൾ ഈ രണ്ട് പാരാമീറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ പാരാമീറ്റേഴ്സ് ക്രിട്ടിക്കലാണ്. ആൻഡ് ഇത് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ആ ഡിസ്പ്ലേ നമ്മുടെ വിഷ്വലിൻ്റെ ഡെൻസിറ്റിയും അതിൻ്റെ ലെവൽ ഓഫ് ഒക്ലൂഷനും മാറിക്കൊണ്ടിരിക്കും. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഓഫ് പിക്സൽസ് എത്രയാണെന്നുള്ള ഒരു ഏരിയ ഓഫ് സ്ക്രീനിൽ. അപ്പം ആ ഡെൻസിറ്റിയും വേരി ആവും. പിന്നെ ലെവൽ ഓഫ് ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യത്തിനെ മറച്ച് വെക്കുക, അല്ലൊരു ഹിഡൻ വ്യൂ. അപ്പം അതിൻ്റെ ആ ഒരു ലെവൽ ഓഫ് ഒക്ലൂഷനും ഈ രണ്ട് ഫാക്ടേഴ്സും ഈ മേളിൽ പറഞ്ഞ രണ്ട് പാരാമീറ്റേഴ്സ് റേഡിയസ് ആൻഡ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. Minimally, they should be set so that separate branches of the trees do not fall in the same section of a 3D space. ഇപ്പോൾ ഈ പാരാമീറ്റർ വാല്യൂസിനെ സെറ്റ് ചെയ്താൽ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ചസ് ഓഫ് എ ട്രീ, പല ബ്രാഞ്ചസ് ഈ 3D സ്പേസിൻ്റെ ഒരേ സെക്ഷനിൽ വരരുത്. അതുപോലെ വേണം നമ്മൾ ഈ പാരാമീറ്റർ വാല്യൂസിനെ സെറ്റ് ചെയ്യാൻ. One method to ensure this is to have the radius inversely proportional to the depth of a node in the tree. ഇപ്പോൾ ഒരു നോഡിൻ്റെ റേഡിയസ് അതിൻ്റെ ഡെപ്തുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ആ പല ബ്രാഞ്ചസ് ഒരേ സ്പേസിൽ വരാതെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ ദിസ് മാനർ നോഡ്സ് ക്ലോസ് ടു ദ റൂട്ട് ആർ സിഗ്നിഫിക്കൻ്റ്ലി സെപ്പറേറ്റഡ് ആൻഡ് ദോസ് നിയർ ടു ദ ബോട്ടം ഓഫ് ദ ട്രീ ആർ ക്ലോസ് ടുഗദർ. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റൂട്ടിൻ്റെ അവിടെയുള്ള നോട്ട്സൊക്കെ ഇത്തിരി ദൂരെ തമ്മിൽ ഇത്തിരി ഡിസ്റ്റൻസ് കാണും. എന്നാൽ നമ്മൾ താഴോട്ട് പോകും തോറും ബോട്ടം ആകുമ്പോഴത്തേക്കും നോട്ട്സ് ഇത്രയും കൂടി ചേർന്നായിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഈ ഫിഗർ നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കാം. ഇപ്പം 3D നമ്മൾ കോൺട്രി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഫിഗർ. ഇവിടെ കണ്ടോ, ഇപ്പം നമ്മളുടെ റൂട്ട് നോട് ചേർന്നിരിക്കുന്ന നോട്ട്സൊക്കെ ഇതൊരു സെപ്പറേറ്ററാണ്. നമ്മൾ താഴോട്ട് പോകും തോറും ഇപ്പോൾ ബോട്ടത്തിനോട് ചേർന്നിരിക്കുന്ന നോട്ട്സൊക്കെ ചേർന്ന് വരും. അങ്ങനെ
അപ്പം ഇതായിരുന്നു എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.